വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്ന CPM തിരുവല്ല ഏരിയ കമ്മിറ്റിക്ക് അന്ത്യശാസനവുമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിഭാഗീയത തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. നേതാക്കൾക്കിടയിലെ പണം സമ്പാദിക്കുന്ന പ്രവണത അനുവദിക്കാൻ കഴിയില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഈ തിരുവല്ലയിലെ വിഭാഗീയതയൊക്കെ പാർട്ടിക്ക് വലിയ രീതിയിൽ തലവേദനയായി നിൽക്കുന്ന സാഹചര്യം. അതിനിടയിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു താക്കീത് മുന്നറിയിപ്പ് എന്ന നിലയിൽ നേതാക്കൾക്ക് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. എന്താണ് സെക്രട്ടറി വിശദീകരിച്ചത്? വിവരങ്ങൾ എന്താണ് ശ്രീത്? ടി കെ റീത്ത് കൊല്ലത്ത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് ആ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട് അവിടെ ഒരു അഡ്വോ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാന സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ. സ്വാഭാവികമായി അത് ഒക്കെ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ തിരുവല്ല ഏരിയ കമ്മിറ്റിക്കെതിരെ രൂക്ഷമായ വിമർശനം. അത് ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം മാധ്യമങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ആളുകളെയും ഒക്കെ ഒഴിവാക്കി പുറത്തേക്ക് ഉറക്കെ പാട്ട് വെച്ച് CPMന്റെ സമ്മേളന രീതി അതാണ്. പാട്ട് വെച്ചതിനു ശേഷമാണ് MV ഗോവിന്ദൻ അദ്ദേഹം മൈക്കിനടുത്തേക്ക് വന്ന് രൂക്ഷമായ രീതിയിൽ പ്രതിനിധികളോടായി പ്രതിനിധി സഖാക്കൾ മാത്രമേ ഇവിടെയുള്ളൂ, നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഹ്രസ്വമായ ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. അതിൽ തിരുവല്ല ഏരിയ കമ്മിറ്റി CPMന്റെ പത്തനംതിട്ടയിലെ തന്നെ ഏറ്റവും അധികം വിഭാഗീയത നിലനിൽക്കുന്ന തിരുവല്ല ഏരിയ കമ്മിറ്റിക്കാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത്. വിഭാഗീയ പ്രവർത്തനം ഇനി ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്ന MV ഗോവിന്ദൻ അന്ത്യശാസനം നൽകിയിരിക്കുന്നു. തിരുവല്ലയിലെ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഒരാളല്ല അല്ലെങ്കിൽ ഒരു വിഭാഗമല്ല ഉത്തരവാദി. നമുക്കറിയാം അവിടെ മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയുടെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R സനൽകുമാറിന്റെയും നേതൃത്വത്തിൽ രണ്ട് വിഭാഗങ്ങളായി നിന്നാണ് പ്രവർത്തകരും നേതാക്കളും പോരടിക്കുന്നത്. ഇതിൽ ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല പ്രശ്നം, അതിൽ രണ്ടുപേരും കുറ്റക്കാരാണ് എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇതിനി അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. തിരുവല്ല മേഖലയിലടക്കം പത്തനംതിട്ടയിൽ പണസമ്പാദനം നേതാക്കൾക്കിടയിൽ ഇത്തരം പ്രവണത വർദ്ധിക്കുന്നുണ്ട്. ഇത് തുടരാനാകില്ല. വിഭാഗീയത തുടർന്നാൽ ശക്തമായ മുന്നറിയിപ്പ് ഉണ്ടാകുമെന്നും തിരുവല്ല ഏരിയ കമ്മിറ്റിക്ക് MV ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതുകൂടാതെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെയും രൂക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനം തന്റെ പ്രസംഗത്തിൽ MV ഗോവിന്ദൻ പ്രതിനിധികളോടുള്ള പ്രസംഗത്തിൽ MV ഗോവിന്ദൻ നടത്തിയിരിക്കുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ചില നേതാക്കളെ കുറിച്ച് പേര് വെക്കാതെ അടക്കം പരാതികൾ നിരവധിയാണ് സംസ്ഥാന സെക്രട്ടറിക്കും അതുപോലെ തന്നെ AK സെന്ററിലും ലഭിക്കുന്നത്. ജീവഭയം കൊണ്ടാണ് ഇത്തരത്തിൽ പേര് വെക്കാതെ കത്തെഴുതുന്നത് എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. ഇതെല്ലാം പരിശോധിക്കണമെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും 24-ന് ലഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതാക്കൾ തമ്മിലുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവി അടക്കം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലെ ചില തോൽവികളിലടക്കം നേതാക്കൾ തമ്മിലുള്ള വിഭാഗീയത പ്രശ്നങ്ങൾ കാരണമായോ എന്ന് പരിശോധിക്കണമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പല മേഖലയിലും വോട്ട് നഷ്ടപ്പെട്ടു. ഇതിന് പിന്നിൽ പ്രാദേശികമായ വിഭാഗീയതകളാണെന്നും ഈ റിപ്പോർട്ടിൽ സ്വയം വിമർശനമുണ്ട്. ഇത് തിരുത്തി മുന്നോട്ട് പോകണം. അല്ലാതെ മറ്റു തരത്തിൽ സംഘടനാ വിഷയങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇതിൽ പരാമർശമുള്ളത്. കൂടാതെ വന നിയമങ്ങൾ മലയോര മേഖലയിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നു. ഇത് തിരുത്താനുള്ള സക്രിയമായ ചർച്ചകൾ വേണം. അത് സർക്കാരിലേക്ക് മുന്നോട്ട് വെക്കണമെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇപ്പോൾ ഗ്രൂപ്പ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ പൊതുചർച്ച ആരംഭിക്കും. ഓരോ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ 10-15 മിനിറ്റ് കൊണ്ട് ഈ പൊതുചർച്ചയിൽ പങ്കെടുക്കും. എന്തായാലും ഇന്നും നാളെയുമായി ഈ പൊതുചർച്ച. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്ന CPM തിരുവല്ല ഏരിയ കമ്മിറ്റിക്ക് അന്ത്യശാസനം നൽകുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.